എന്ന അനുഭവത്തെക്കുറിച്ചുള്ള എന്റെ ധാരണകൾക്ക് ഇന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ എഴുത്തിന്റെ രീതിയെക്കുറിച്ച്, എങ്ങനെ അത് എഴുതണം, എങ്ങനെ അത് ഫലിപ്പിക്കണം, എങ്ങനെ അത് ചിത്രീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിരന്തരം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ വൈകി 80കളുടെ അവസാനത്തിൽ ഈ തകർന്ന ഹൃദയങ്ങൾ എന്ന നോവൽ വീണ്ടും പ്രസാധനം ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹം അത് ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ ഒന്ന് പുതുക്കി എഴുതാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വാസ്തവം. എന്നുവെച്ചാൽ അതിന്റെ ഉള്ളടക്കത്തിലോ അതിന്റെ സമീപനത്തിലോ അല്ല, മറിച്ച് അതിന്റെ ഭാഷാശില്പത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി മുറുക്കമുണ്ടാക്കാൻ, കുറച്ചുകൂടി ധ്വനിസാന്ദ്രമാക്കാനൊക്കെ ഉള്ള ശ്രമം അദ്ദേഹം നടത്തി. അദ്ദേഹത്തിന്റെ രചനാക്രമത്തിലെല്ലാം ഇത് കാണാൻ കഴിയും. ഒരുപക്ഷെ അദ്ദേഹം ഒരു നാടകം എഴുതിയിട്ടുണ്ട് എങ്കിലും അദ്ദേഹം ഒരു നാടകത്തല്ല, അത് സ്വതന്ത്രമതമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മൊത്തം കഥകളും നോവലുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം സംഘർഷാത്മകമായി ജീവിതത്തെ ആവിഷ്കരിച്ച അദ്ദേഹത്തിന്റെ സമകാലികരായ എഴുത്തുകാരുണ്ടോ എന്ന് സംശയമാണ്. നാടകത്തിന്റെ ജീവൻ സംഘർഷമാണെങ്കിൽ നാടകീയത എന്ന് പറയുമ്പോൾ അതിനൊരു തിയേറ്ററിക്കൽ എന്നുള്ള കുറച്ചുകൂടെ ബാഹ്യമായ ഒരു സെൻസ് വരുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ആ സംഘർഷം എന്ന് പറയുന്ന ആഭ്യന്തരമായ ഏറ്റുമുട്ടലിനെ കുറിച്ച് ഊന്നിക്കൊണ്ട് സംഘർഷം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഘടകത്തിന് അദ്ദേഹം എപ്പോഴും ഊന്നൽ കൊടുത്തിരുന്നു. തന്റെ രചനകൾ മുഴുവൻ എങ്ങനെയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം സർഗാത്മകമായി കഥകളും നോവലുകളും ഒക്കെ എഴുതുന്നതിനോടൊപ്പം തന്നെ ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. തന്റെ മുൻഗാമികളും സമകാലികരുമായ എഴുത്തുകാരെയൊക്കെ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. ഒരു ദാക്ഷിണ്യമില്ലാതെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ള തന്റെ സമകാലികരായ എഴുത്തുകാരെ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം എടുത്തു പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ ആളുകളെ സുഷുപ്തിയിലേക്ക്, സുഖാനുഭവങ്ങളിലേക്ക് നയിക്കുന്ന, ഇങ്ങനെ തലോടി ഉറക്കുന്ന തരം എഴുത്തുകൾ പാടില്ല. അങ്ങനെ എഴുതിയതിന്റെ പേരിൽ തനിക്ക് പ്രിയപ്പെട്ട പലരെയും അദ്ദേഹം വിചാരണ ചെയ്തിട്ടുണ്ട്. ഉറൂബിനെ വിചാരണ ചെയ്തിട്ടുണ്ട്, അതുപോലെ MTയെ വിചാരണ ചെയ്തിട്ടുണ്ട്. MTയോടൊക്കെ അങ്ങേയറ്റത്തെ സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടായിരിക്കുകയും തിരിച്ചുണ്ടായിരിക്കെ തന്നെ അദ്ദേഹം വളരെ നിശ്ചിതമായിട്ട് തന്റെ അഭിരുചി ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ എഴുത്തുകാരെയൊക്കെ വിചാരണ ചെയ്തത് ഈ ഒരു ഘടകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ജീവിതം എന്ന് പറയുന്നത് അത്യന്ത സംഘർഷാർജിതമായ ഒരു വലിയ പ്രതിഭാസമാണ്. ഈ ചെറിയ നാടകത്തിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട്, 1000 പുസ്തകം വായിക്കുന്നതിനേക്കാൾ വലുതാണ് ജീവിതം അറിയുക എന്നത്. അപ്പൊ അത്തരത്തിൽ ജീവിതം എന്ന് പറയുന്ന ആ വലിയ സമസ്യയെക്കുറിച്ച്, അതിന്റെ ദാർശനിക മാനങ്ങളെക്കുറിച്ചല്ല, തന്റെ മുമ്പിലുള്ള വളരെ പൊള്ളുന്ന ജീവത്തായ ആ മനുഷ്യ ജീവിതത്തിന്റെ ഭൗതികാനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിലേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അപ്പോഴെല്ലാം അദ്ദേഹം ഊന്നിയത് അതിന്റെ സംഘർഷാത്മകതയ്ക്കായിരുന്നു. അത് എഴുത്തിന്റെ ഓരോ രചനയുടെയും ഉള്ളിലേക്ക് കടക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് അതിന്റെ നാടകീയമായ ഒരു ആവിഷ്കാരത്തിന്റെ അലയൊലികളാണ് ആദ്യമേ തന്നെ നമ്മളെ എതിരേൽക്കാൻ നിൽക്കുന്നത്. തോറ്റങ്ങൾ തുടങ്ങുന്നതന്നെ ആർപ്പും വിളിയും കേൾക്കാൻ, ആ ഒരു തുടക്കം തന്നെ എന്തോ ഒരു വലിയ സംഭവത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് നാടകീയമായിട്ട് ആരംഭിക്കുകയാണ്. വളരെ വസ്തുതാപരമായ ഒരു കേവലമായ കഥ പറച്ചിലിന്റെ തുടക്കം പോലെയുള്ള രീതിയിൽ തട്ടകം എഴുതുകയാണ്. ഉണ്ണീരി മുപ്പൻ ചന്തയ്ക്ക് പോയി എന്ന് പറയുമ്പോൾ അത് വെറും ഒരു സ്റ്റേറ്റ്മെന്റിനപ്പുറത്ത് അതിന് മുൻപും പിൻപുമായിട്ടുള്ള ഒരു ജീവിതത്തിനിടയിൽ നിന്നുകൊണ്ട് നാടകീയമായിട്ട് ആരംഭിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ജീവിതത്തിന്റെ സംഘർഷം എന്ന് പറയുന്ന അടിസ്ഥാന ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്റെ നോവലുകളും ചെറുകഥകളും എഴുതിയ കോവലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രചനകളുടെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സമസ്യ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സംഘർഷത്തെ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അക്കാര്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വഴികാട്ടിയായിട്ടുണ്ടാകുന്നത്, അദ്ദേഹത്തിന് വെളിച്ചം പകർന്നിട്ടുണ്ടാകുന്നത് അദ്ദേഹം ചെറുപ്പത്തിൽ ആർജിച്ച സംസ്കൃത സാഹിത്യ പരിചയം തന്നെയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. മേനോൻ മാഷയുടെ ഭരതന്റെ നാട്യശാസ്ത്രത്തെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. അപ്പോ വളരെ ശ്രദ്ധാപൂർവം സംസ്കൃത സാഹിത്യ പഠനം നടത്തുകയും തന്നിലെ ആധുനിക നോവലിസ്റ്റിനെ രൂപപ്പെടുത്തിയത് പാവറട്രി സംസ്കൃത കലാലയത്തിൽ തന്നെ പഠിപ്പിച്ച നമ്മൾ ഇന്നത്തെ നിലയിൽ സംസ്കൃതത്തിന്റെ വ്യവസ്ഥാപിത രീതിയിലുള്ള യാഥാസ്ഥിതിക ആചാര്യന്മാരെന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ അവരോടുകൂടിയാണെങ്കിലും മാറ്റി നിർത്താനിടയുള്ള വിഷാദി മാഷെ പോലെയൊക്കെയുള്ള വാസവനുള്ള ഏത് മാഷെ പോലെയൊക്കെയുള്ള ആളുകളിൽ നിന്ന് സ്വാംശീകരിച്ച ആ ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധത്തിൽ നിന്നുകൊണ്ടുകൂടി അത് എങ്ങനെ നാടകത്തെ കണ്ടു, അതെങ്ങനെ ജീവിതത്തെ കണ്ടു, അതെങ്ങനെ വാക്കിന്റെ കലയെ കണ്ടു
എന്നൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സമകാലിക അനുഭവങ്ങളിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു എന്നിട്ടാണ് അദ്ദേഹം തന്റെ രചനകൾ നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, തന്റെ കേന്ദ്ര പ്രമേയം എന്ന് പറയുന്നത് വിശപ്പാണ് എന്ന്. ഒരു നേരം ആഹാരം കഴിച്ചാൽ 4-5 മണിക്കൂർ കഴിഞ്ഞാൽ മനുഷ്യന് വീണ്ടും വിശക്കുന്നു എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സമസ്യ എന്ന് കോവിലൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. എന്നെ വിശപ്പിന്റെ കഥാകാരൻ എന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ തൃപ്തനാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്റെ ജീവിത തനിനാട്ടൻ പുറത്തിൻ്റെതായ അരിയന്നൂര് ഗിരിയിൽ ആ പരിസരത്ത് താമസിക്കുമ്പോൾ ചുറ്റും ലക്ഷം വീടും അതുപോലെ ഇന്നത്തേതുപോലെ അല്ല, 70കളിലൊക്കെ അതിജീവനത്തിന് വേണ്ടി ആളുകൾ വളരെ പാടുപെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്റെ പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നുള്ള ജീവിതം അവിടെ പുലരുന്ന കാലത്ത് ചുറ്റുപാടുമുള്ള ആളുകളെ കാണുമ്പോൾ അവരുടെ വയറ്റത്തേക്കാണ് ഞാൻ നോക്കുന്നത്. പ്രത്യേകിച്ച് പ്രായമായ ചില സ്ത്രീകളും മധ്യപ്രായത്തിലൊക്കെയുള്ള ചില സ്ത്രീകളെ കാണുമ്പോൾ അവരുടെ വയറ്റത്തേക്ക് നോക്കുന്നു. അപ്പൊ അത് ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു നോട്ടം എന്നുപോലും കരുതാവുന്നതാണ്. പക്ഷേ അദ്ദേഹം ഇവരെ ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ വീട്ടിലെ പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ അന്നം കൊടുത്തതിന് ശേഷം അവർക്ക് കുടിക്കാൻ വെള്ളം മാത്രമേ അവശേഷിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് അദ്ദേഹം കണ്ണു വായിക്കുന്നത്. അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാന സമസ്യകളിലേക്ക് കേന്ദ്രീകരിച്ച് കാണുവാനും, പ്രത്യേകിച്ച് അന്ന് ഇതൊന്നുമല്ല ജീവിതം. 70കൾ 60കളുടെ അവസാനം 70കളും ഒക്കെ മലയാളത്തിൽ ആധുനികതാവാദം, മോഡേണിസം വളരെ ശക്തമായിട്ട് നിൽക്കുന്ന കാലമാണ്. ഭൗതിക ജീവിതത്തിൻ്റെതായ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല, മറിച്ച് മരണം പോലെയുള്ള, ആത്മഹത്യ പോലെയുള്ള, ലഹരിയും രതിയും പോലെയുള്ള പ്രമേയങ്ങളാണ് ജീവിതത്തെ നിർണ്ണയിക്കുന്നത് എന്ന ഒരു കാഴ്ചപ്പാട് വളരെ ശക്തമായിട്ട് ആ കാലഘട്ടത്തിലെ യുവാക്കളായ എഴുത്തുകാരനോട് ശക്തമായി മലയാളത്തിൽ പുലർന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അവരെങ്ങനെയാണോ പുതിയ എഴുത്തിന്റെ സങ്കേതങ്ങളും രൂപക്രമങ്ങളും ഒക്കെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നൊരു പുതിയ ഭാവുകത്വം രൂപപ്പെടുത്തിയത് എന്നുള്ളതിനെ വളരെ സൂക്ഷ്മമായിട്ട് പിന്തുടരുകയും ആ പുതുമകളെയും അവരുടെ രചനാപരമായ മികവുകളെയും ഒക്കെ വളരെ ആഹ്ലാദത്തോടുകൂടിയും അഭിനന്ദനത്തോടുകൂടിയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അവരിൽ പലരും മുന്നോട്ട് വയ്ക്കുന്ന ജീവിത നിഷേധപരമായ കാഴ്ചപ്പാടുകളെയൊക്കെ അതിശക്തമായിട്ട് എല്ലിൽ തുളയുന്ന വാക്കുകൊണ്ട് നിരാകരിച്ചുകൊണ്ടാണ് കോവിലൻ തന്റെ അടിസ്ഥാന ജീവിത സമസ്യ വിശപ്പിന്റെ, മനുഷ്യന്റെ അതിജീവനത്തിന്റെ വ്യഗ്രതകളുടെ പ്രശ്നങ്ങളാണ് എന്ന തിരിച്ചറിവോടുകൂടി ആവിഷ്കരിച്ചത്. അത് ഈ നാടകം ഉൾപ്പെടെയുള്ള രചനകളിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ പിന്നെ അതിനെ കൂടുതൽ സാന്ദ്രമാക്കാൻ, കൂടുതൽ മുറുക്കമുള്ളതാക്കാൻ, കൂടുതൽ സ്ഫോടനാത്മകമാക്കാൻ ആണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യ മുഴുവൻ ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയിൽ സഞ്ചരിക്കും. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഈ നമ്മുടെ സ്വതന്ത്ര ഭാരതം രൂപപ്പെടുന്നതിന് മുമ്പുള്ള ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ റോയൽ ഇന്ത്യൻ നേവിയിൽ പണിയെടുത്തുകൊണ്ട് പല ബർമയുടെ തീരങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്തിട്ടുള്ള കോവിലൻ പല തരത്തിലുള്ള അടിസ്ഥാന മാനവിക പ്രശ്നങ്ങളെ കണ്ടിട്ടുള്ള ആളാണ്. അതിജീവനത്തിന് വേണ്ടി മനുഷ്യൻ നടത്തുന്ന പോരാട്ടങ്ങൾ, മണ്ണിന് വേണ്ടി മനുഷ്യൻ നടത്തുന്ന പോരാട്ടങ്ങൾ, എനിക്കിത്തിരി മണ്ണ് തരൂ എന്ന് പറയുന്ന ആ കൃഷിക്കാരൻ, പഞ്ചാബിയായ കൃഷിക്കാരനെയൊക്കെ ചിത്രീകരിക്കുന്ന കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അടിസ്ഥാനപരമായ മാനവീയ ജീവിത സമസ്യകളിലാണ് അദ്ദേഹം നിന്നത്. മണ്ണിനോട്, വിശപ്പിനോട്, അതിജീവനത്തിന്റെ തീവ്രമായ സംഘർഷങ്ങളോട് ഒക്കെ നിരന്തരം പൊരുതിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം ഭൗതിക ജീവിതത്തിൽ ഒരു പട്ടാളക്കാരനായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അക്ഷരാർത്ഥത്തിൽ ആ പട്ടാളക്കാരന്റെ പൊരുതൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് എഴുത്തിൽ മാത്രമല്ല, ഭൗതിക ജീവിതത്തിലും ആ മുനിമടയിലെ പരിസരത്തുള്ള ചെങ്കൽ പാളികളൊക്കെ കിളച്ചു മറിച്ച് അവിടെ സസ്യഫല സമൃദ്ധമായ ഒരു പശ്ചാത്തലം സൃഷ്ടിച്ചത് നമുക്കിന്ന് കാണാൻ കഴിയും. അതൊക്കെ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ മണ്ണിനോട് പടവെട്ടി നേടിയതാണ്. അതേസമയത്ത് തന്നെ വാക്കുകളുടെ ലോകത്ത്, നമ്മളുടെ എഴുത്തിന്റെ ലോകത്ത് വലിയ ഒരു പടവെട്ടൽ, ഒറ്റയാൾ പോരാളിയായിട്ട് നിന്ന് പടവെട്ടിക്കൊണ്ടാണ് കോവിലൻ രചനയിൽ തന്റേതായ ഒരു വഴി കണ്ടെത്തിയത്. ആ വഴി അധികം ആരും കണ്ടിട്ടുള്ളതല്ല, അധികം ആരും പിന്തുടരാൻ ശ്രമിച്ചാൽ വിജയിക്കുന്നതല്ല. തന്റേതായ ഒരു വഴിയിലൂടെ പോവുക. എപ്പോഴും കലാകാരന്മാരെയും എഴുത്തുകാരെയും എന്ന് നമ്മൾ സാധാരണ മനുഷ്യരെ പോലും വല്ലാതെ പ്രലോഭിപ്പിക്കുന്നതാണ് സമകാലികതയുടെ ഫാഷനുകൾ. അത്തരം മറ്റുള്ളവർ പോകുന്നതിനൊപ്പം പോകാനാണ് എല്ലാവർക്കും വാസന. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കുക. തന്നെയുമല്ല, പലപ്പോഴും ആ സഞ്ചാര വഴികൾ വളരെ ദുർഗമമാവുകയും പലപ്പോഴും അതിനെ ഒട്ടും അംഗീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ
തന്റെ ഈ വഴി ശരിയാണോ എന്ന് നിരന്തരമായ ആശങ്കകൾ ഉണ്ടാകുമ്പോൾ ഇത് തന്നെയാണ് ശരിയായ വഴി എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ആ വഴിയിൽ കൂടി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വലിയ ആത്മവിശ്വാസമുള്ള, വലിയ ആത്മബോധമുള്ള, തന്നെക്കുറിച്ചും തന്റെ വഴികളെക്കുറിച്ചുമുള്ള ഉന്നതമായ തിരിച്ചറിവുകളുള്ള, ബോധ്യങ്ങളുള്ള ഒരാൾക്ക് മാത്രം കഴിയുന്ന ഒരു മുന്നേറ്റമാണ്. ആ നിലയിൽ ഉള്ള മുന്നേറ്റമാണ് തന്റെ വഴിയിൽ ഒരാളും സഞ്ചരിക്കാനില്ലാതിരുന്നപ്പോൾ കോവിലൻ തന്റെ ഏകാന്തമായ വഴിയിലൂടെ നടന്ന് മുന്നോട്ട് പോയത്. ഈ മാധവിക്കുട്ടി അവരുടെ എന്റെ കഥയുടെ ഒരു ഭാഗത്ത് വേണ്ടി പറയുന്നുണ്ട്, കവിത നമുക്ക് വേണ്ടി പാകമാവുകയില്ല, നമ്മൾ കവിതയ്ക്ക് വേണ്ടി പാകമാകണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുതിയ ഭാവുകത്വം സൃഷ്ടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അയാൾ വായനക്കാരുടെ ഒരു സമൂഹത്തെ തനിക്ക് വേണ്ടി പാകമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാകപ്പെടുത്തി എടുത്തെങ്കിൽ മാത്രമേ താൻ സൃഷ്ടിക്കുന്ന പുതിയ എഴുത്ത് അതിന്റെ ശരിയായ ഗൗരവത്തിൽ, അതിന്റെ ശരിയായ മൂല്യത്തിൽ തിരിച്ചറിയപ്പെടുകയും അംഗീകരിക്കപ്പെടുകയുള്ളൂ. കോവിലൻ ചെയ്തത് നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ, ഏതാണ്ട് 50കൾ മുതലുള്ള നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ, പലപ്പോഴും തന്റെ വഴിയിൽ നിന്ന് വളരെ വിഭിന്നമായ വഴികളിലൂടെ മലയാള സാഹിത്യത്തിന്റെ പൊതുധാരകൾ പ്രവഹിച്ചുകൊണ്ടിരുന്നപ്പോഴും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ തന്റെ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോവുകയും വളരെ ചെറിയ തോതിലാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും വളരെ സുശിക്ഷിതമായ സാഹിത്യാവബോധമുള്ള ന്യൂനപക്ഷം വരുന്ന വായനക്കാരെയും സാഹിത്യാസ്വാദകരെയും വിമർശകരെയും ഒക്കെ തന്റെ വഴി തിരിച്ചറിയാൻ പാകത്തിലുള്ള ഒരു വഴിയിലേക്ക് അവരെ ആകർഷിച്ചെടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പലകുറി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. 1950കളിൽ തന്നെ എഴുതി തുടങ്ങിയെങ്കിലും 40കളുടെ അവസാനം തന്നെ സാഹിത്യരചന ആരംഭിച്ചെങ്കിലും കോവലൻ എന്നുള്ള നിലയിൽ മലയാളം തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഏതാണ്ട് 70കളിലാണ്. അതിനു മുമ്പൊക്കെ പലപ്പോഴും അദ്ദേഹത്തെ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടുകയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹിത്യാന്തരീക്ഷമാണുള്ളത്. ഒരുപക്ഷെ NV കൃഷ്ണവാര്യർ എന്നൊരു പത്രാധിപരില്ലായിരുന്നെങ്കിൽ, പിൽക്കാലത്ത് MD എന്നൊരു പത്രാധിപരില്ലായിരുന്നെങ്കിൽ കോവിലന്റെ പല രചനകളും അന്നത്തെ സാഹിത്യ ഭാവുകത്വത്തിന്റെ പൊതുമാനദണ്ഡങ്ങൾ വെച്ച്, ഒരുപക്ഷെ ഇന്നത്തെ രീതിയിലാണെങ്കിൽ ഈ ആനുകാലികങ്ങളുടെ മാർക്കറ്റിങ്ങിന് എത്രമാത്രം ഈ കൃതി ഉതകും എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചാണ് ഒരു പത്രാധിപർ കൃതികൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കോവിലിന്റെ കൃതികൾ ആനുകാലികങ്ങളിൽ സീരിയലൈസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. കാരണം അത്രമാത്രം നിലനിൽക്കുന്ന പൊതുഭാവുകത്വത്തിന് എതിരായിട്ടുള്ള, അതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു എഴുത്തായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ആ എഴുത്തിന് ക്രമേണ വായനക്കാരിൽ നിന്നും സുശിക്ഷിതരായ ആസ്വാദകരിൽ നിന്നുമൊക്കെ പിന്തുണ ആർജിച്ചെടുത്തു. തന്റെ ആ എഴുത്തിന്റെ മികവ് കൊണ്ട് മാത്രം. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മറ്റ് പശ്ചാത്തലപരമായിട്ടുള്ള ഏതെങ്കിലും സാധ്യതകൾ, ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിലിരിക്കുക, അധ്യാപകന്റെ ആചാര്യന്റെ പദവി ഉണ്ടാകുക, പത്രാധിപ പദവി ഉണ്ടാകുക, അല്ലെങ്കിൽ ഉന്നതമായ ഉദ്യോഗങ്ങൾ വഹിക്കുക, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പത്രപ്രവർത്തനത്തിൽ വ്യാപരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പലപ്പോഴും സാഹിത്യഭാഷ്യമായ ഘടകങ്ങൾ എഴുത്തുകാർക്ക് ചെറിയ തോതിലാണെങ്കിലും ഒരു പ്രാഥമികമായിട്ടാണെങ്കിലും ഒരു അംഗീകാരം കിട്ടാനുള്ള പശ്ചാത്തലം ഒരുക്കുന്നതായി കാണാറുണ്ട് അന്നും ഇന്നും. അത്തരം ഘടകങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഒരു കാലത്ത് സാധാരണ പട്ടാളക്കാരനായിട്ട് ഇന്ത്യയുടെ വിദൂരങ്ങളായ കോണുകളിൽ വ്യാപരിക്കുക, ഒരു തരത്തിലും നാടുമായിട്ട് ബന്ധമില്ലാതിരിക്കുക, മറിച്ച് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണെങ്കിൽ നാട്ടിൻപുറത്തെ ഒരു മണ്ണിനോട് മല്ലിടുന്ന ഒരു കർഷകന്റെ പരുക്കൻ ജീവിത വൃത്തിയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് എഴുതുകയും നിരന്തരം സ്വയം നവീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹിത്യാധികാര സ്ഥാപനങ്ങളുടെ ഒന്നും യാതൊരു തരത്തിലുള്ള പിന്തുണയില്ലാതെയാണ് അദ്ദേഹം തന്റെ ഈ കൃതികൾ സമൂഹത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ചത്. അത് തിരിച്ചറിയാൻ കഴിഞ്ഞ ചില ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ്, ചില പത്രാധിപന്മാർ, ചില വിമർശകർ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ പിൽക്കാലത്ത് സാഹിത്യ സമൂഹം അംഗീകരിക്കാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായത്. അതുകൊണ്ട് മാത്രമാണെന്നല്ല പറയുന്നത്, അതൊരു ഘടകമാണ്. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രപ്രസാദിന്റെയും VP ശിവകുമാറിന്റെയും ഒക്കെ പിന്തുണ അവരുടെ എഴുത്തുകളിലൂടെയും, അതുപോലെ ചിലപ്പോൾ പാഠപുസ്തകങ്ങളായിട്ട് ചില പുസ്തകങ്ങൾ അംഗീകരിക്കുന്നതിലൂടെയൊക്കെ. ഇപ്പൊ ഞാൻ തന്നെ പഠിക്കുന്ന കാലത്ത് ഒരിക്കൽ ഹിമാലയം പാഠപുസ്തകമായിരുന്നു. അത് പഠിപ്പിക്കുന്ന സാറന്മാർക്കൊക്കെ വലിയ പുതിയ തേങ്ങയായിരുന്നു അത്. കാരണം അത്രമാത്രം ഒരു പ്രഥമ ദൃഷ്ടിയെ നോക്കുമ്പോൾ അതിനൊരു സങ്കീർണതയും ദുരൂഹതയും ഒക്കെ ഉണ്ട്. അതേസമയം അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നു എന്ന് കഴിഞ്ഞാൽ മലയാളത്തിൽ ഇത്രമാത്രം കാവ്യാത്മകമായ ഗദ്യം മറ്റേതെങ്കിലും ഒരു കഥാകൃതിയിൽ, ഫിക്ഷൻ നോവൽ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കൃതിയിൽ കാണാൻ കഴിയുമോ എന്ന് നമുക്ക് സംശയമാണ്. മറിച്ച്
ഇപ്പൊ മഞ്ഞിനെ കുറിച്ചും ഖസാക്കിന്റെ ഇതിഹാസത്തെ കുറിച്ചും ഒക്കെ അതിന്റെ കാവ്യാത്മകതയുടെ പേരിൽ വളരെ ആദരിച്ചും ബഹുമാനിച്ചും നമ്മൾ പറയുമ്പോൾ തന്നെ ഹിമാലയം പോലുള്ള കൃതികളുടെ കാവ്യാത്മകത എന്ന് പറയുന്നത് അതൊട്ടും പ്രകടനാത്മകമോ ഭാഷാനിഷ്ഠമായ ബാഹ്യവിധാനത്തിൽ വർത്തിക്കുന്നതോ അല്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അതിന്റെ ആന്തരമായ ഒരു ഘടനാസ്വരൂപത്തിന്റെ ഭാഗമായിട്ടും അതിന്റെ ആഭ്യന്തരമായ സംഘർഷാത്മകതയോട് ബന്ധപ്പെട്ടതായിട്ടും ഒക്കെയുള്ള ഒരു സംഗതിയാണ്. അത് തിരിച്ചറിയണമെങ്കിൽ വളരെ വിശിഷ്ടമായ സൂക്ഷ്മമായ അനുഷ്ഠാനപൂർവമായ ഒരു അതിലൂടെ കടന്നു പോകാനുള്ള ഒരു മനസ്സുണ്ടാകാൻ കഴിയും. എന്തായാലും വീണ്ടും വീണ്ടും കോവിലൻ തെളിയിച്ചുകൊണ്ടിരുന്നത്, വീണ്ടും വീണ്ടും കോവിലൻ മലയാളത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, മലയാളത്തെ തന്റെ വഴിക്കാക്കി തീർത്തുകൊണ്ടിരുന്നത് ഈ എഴുത്ത് എന്ന് പറയുന്നത്, സാഹിത്യ വായന എന്ന് പറയുന്നത്, ആസ്വാദനം എന്ന് പറയുന്നത് ഇത് മധുരനാരങ്ങ നുണക്കാക്കുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയല്ല. മറിച്ച് ഇത് വളരെ സാന്ദ്രമായ, വളരെയധികം നമ്മൾ ശ്രദ്ധാപൂർവമായ നമ്മുടെ ഒരു സമർപ്പണം ആ കൃതിയുടെ നേരെ നടത്തിയാൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ് ആ അനുഭവം എന്നാണ്. ഇപ്പോ ഈ നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോഴുള്ള അനുഭവത്തെ കുറിച്ച് പറയണ്ടല്ലോ, നാക്കിലേക്ക് അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. അതേസമയം ഉപ്പേരി കഴിക്കുക എന്ന് പറയുമ്പോൾ ആ ഉപ്പേരി മധുരമുള്ള ശർക്കര വരട്ടി ആയാലും അല്ലാതുള്ള നേന്ത്രക്കായ ഉപ്പേരിയാണെങ്കിലും അത് ചില കഷ്ണങ്ങൾ വായിലിട്ട് നന്നായിട്ട് ചവച്ചരച്ച് ആ ഉമിനീരുമായിട്ട് കൂടിക്കലർന്ന്, എന്നുവെച്ചാൽ നമ്മൾ വെളിയിൽ നിന്നെടുത്ത് ചവയ്ക്കുന്ന ഉപ്പേരി എന്ന് പറയുന്ന ആ സാധനത്തോടൊപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഉമിനീര് കൂടിക്കലർന്ന് അത് പൂർണ്ണമായിട്ടും ചവച്ചരച്ച് ഒരു ദ്രാവക ഭാഗത്തിലായി അത് നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴാണ് അതിന്റെ സൂക്ഷ്മമായ രുചി നമുക്കറിയാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള അത് എല്ലാ നല്ല കൃതികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു ആസ്വാദന പ്രക്രിയയിൽ വായനക്കാരന്റെ, അല്ലെങ്കിൽ വായനക്കാരൻ എന്ന് പറയുന്നതിനപ്പുറത്ത് ആസ്വാദകന്റെ സ്വന്തം നിലയിലുള്ള ഈ രുചി എന്ന് പറയുന്ന സങ്കല്പവുമായിട്ട് ഭക്ഷ്യത്തോട് ബന്ധപ്പെട്ട പരികല്പനയുമായിട്ട് ബന്ധിപ്പിച്ച് തന്നെയാണ് ഇന്ത്യൻ സങ്കല്പത്തിലെ ആസ്വാദനം, ആസ്വദിക്കലാണ്, രുചിക്കലാണ് തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അങ്ങോട്ടുള്ള ഒരു സ്വയം സമർപ്പണം വായനക്കാരിൽ നിന്ന്, ആസ്വാദനയിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ് ഉത്തമമായ ഉന്നതമായ കൃതികളൊക്കെ തന്നെ. അത് നമ്മൾ ജനകീയതയുടെയും മറ്റും അടിസ്ഥാനത്തിൽ എന്ത് ന്യായം പറഞ്ഞാലും മികച്ച കൃതികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൂർണ്ണമായ നിലയിൽ അതിന്റെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ വായനക്കാരന്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധാപൂർവമായ ഒരു സമീപനം വേണ്ടിവരും. ഈ സമീപനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോവിലൻ തന്റെ കൃതികൾ എഴുതിയത്. അത് ക്രമേണ തന്റെ കൃതികൾ വായിച്ച് വായനക്കാരിൽ അത്തരത്തിലുള്ള ഒരു ആസ്വാദനത്തിൻ്റെതായ സിദ്ധികളും അതിൻ്റെതായ രീതികളും സജ്ജീകരണങ്ങളും ഒക്കെ എടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരുപക്ഷെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന, ആദ്യകാലം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ 60കളിലെയും 70കളിലെയും ഒക്കെ കൃതികളിൽ ഉണ്ടായിരുന്ന ബാഹ്യവിധാനത്തിലുള്ള ഒരു സങ്കീർണതയെ അതിവർത്തിച്ചുകൊണ്ട് അവസാനം അദ്ദേഹത്തിന്റെ രചനയിൽ തന്നെ ഇത്തരം ഗുണാത്മകമായ അംശങ്ങളെ കൂടുതൽ സ്വാംശീകരിച്ചുകൊണ്ട് അതിന് സഹജമായ നിലയിൽ വരുന്ന ഈ തൈര് രൂപപ്പെട്ടത് കടഞ്ഞെടുക്കുമ്പോൾ വെണ്ണ രൂപപ്പെട്ടു വരുന്നത് പോലെ അദ്ദേഹത്തിന്റെ ആ രചനാലോകത്തിന്റെ മുഴുവൻ സാഹചര്യത്തിൽ നിന്ന് അവസാനം തട്ടകം പോലെയുള്ള താരതമ്യേന നമുക്ക് കുറച്ചുകൂടി പ്രഥമദൃഷ്ട്യ അഭിഗമ്യമെന്ന് തോന്നുമ്പോഴും സൂക്ഷ്മത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ ആഴങ്ങളും സങ്കീർണതകളും നമ്മെ കാത്തിരിക്കുന്ന തരത്തിലുള്ള രചനകൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ പലപ്പോഴും അതിനോട് ബന്ധിപ്പിച്ച് ഇപ്പോൾ തന്നെ ഇവിടെ കറന്റ് ബുക്സിലെ ജോണിയുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞാൻ പറയുകയുണ്ടായി. നമ്മുടെ വലിയ കവികളിൽ ഒരാളായ കക്കാടിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന അദ്ദേഹത്തിന്റെ സഫലമീ യാത്ര പോലെയുള്ള രചനകളുടെ പേരിലാണ്. പക്ഷെ അതിനു മുമ്പ് സഫലമീ യാത്ര പോലെയുള്ള നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് വല്ലാതെ ആഴത്തിൽ സ്പർശിക്കുന്ന രചനകൾ എഴുതുന്നതിൻ്റെതായ ഒരു ശിക്ഷണം എന്ന നിലയിൽ 1963 വജ്രകുണ്ടലവും പോലെയുള്ള കുറെ കൂടി സങ്കീർണമെന്ന് തോന്നുന്ന തരത്തിലുള്ള രചനകൾ ഉണ്ടായിട്ടുണ്ട്. ആ സങ്കീർണതകൾ അതിൽ പ്രകടമായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് സഫലമീ യാത്ര പോലെയുള്ള രചനകൾ ആ സങ്കീർണതകളെ കൂടുതൽ ഉള്ളടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ രചന നമുക്ക് ഹൃദ്യമായി തീരുന്നത് അതിന്റെ ബാഹ്യവൈകാരികത കൊണ്ട് മാത്രമല്ല, അത് ആവിഷ്കരിക്കുന്ന ജീവിതത്തിന്റെ സങ്കീർണമായ ഒരു ദാർശനികത കൂടി അത് ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ്. ഇതേ കാര്യം തന്നെ കോവിലന്റെ രചനകളെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. അത് അതിന്റെ ആദ്യഘട്ടത്തിൽ നമ്മുടെ ഭാവുകത്വത്തിന്റെ പരിചിത വിധാനങ്ങളുമായിട്ട് വേണ്ട പോലെ പൊരുത്തപ്പെടാതെ പോയ സങ്കീർണ വിഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ, സങ്കീർണ വിധാനങ്ങളിൽ അത് വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ വർദ്ധിച്ചിരുന്ന ജീവിതം എന്ന് പറയുന്ന മഹാസമസ്യയുടെ നേരെയുള്ള തികച്ചും തനിമയാർന്ന
ഒരു ദർശനം, ഒരു സമീപനം, ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച, ഇതെല്ലാം പിൽക്കാലത്ത് തോട്ടങ്ങളിലും തട്ടകത്തിലും ഒക്കെ എത്തുമ്പോൾ കൂടുതൽ സാന്ദ്രമായി വരികയും കൂടുതൽ നമുക്ക് അഭിഗമ്യമായ നിലയിൽ സ്വച്ഛമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ രചനാസിദ്ധികൾ വികസിച്ചും വളർന്നും പരിപക്വതയിലെത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും 20-ാം നൂറ്റാണ്ടിലെ മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായ കോവിലന്റെ കൃതികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം സ്തുതിവചനങ്ങൾ കൊണ്ട് ആരാധിക്കാനുള്ളതല്ല, മറിച്ച് ഓരോ വായനക്കാരനും തന്നെ തന്നെ സമർപ്പിച്ച് നിരന്തരമായ ശ്രദ്ധയോടുകൂടി വായിക്കേണ്ടതാണ്. അങ്ങനെ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാലത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, ഭാഷയെക്കുറിച്ച്, സാഹിത്യാനുഭവം എന്ന് പറയുന്ന ആ സവിശേഷമായ അനുഭവത്തെക്കുറിച്ചൊക്കെയുള്ള ഉന്നതമായ ഒരുപാട് അനുഭവങ്ങളിലേക്ക്, ഉപദർശനങ്ങളിലേക്ക്, കാഴ്ചകളിലേക്ക്, സൂക്ഷ്മാനുഭവങ്ങളിലേക്ക് നമ്മെ അത് നയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. തീർച്ചയായിട്ടും നാടക ശില്പശാല ആരംഭിക്കുകയാണ്. കോവിലന്റെ കൃതികളിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ പ്രത്യക്ഷ തലത്തിലുള്ള നാടകീയത കൊണ്ടും അഗാധ തലത്തിലുള്ള ജീവിതത്തിന്റെ മഹാസങ്കീർണതകളെയും സംഘർഷങ്ങളെയും ഏറ്റവും നിശ്ചിതമായിട്ട് ആവിഷ്കരിച്ച ഘടനാവിശേഷം കൊണ്ടും അങ്ങേയറ്റം നാടകീയമാണ്. കോവിലന്റെ സാഹിത്യ ലോകത്തിന്റെ ആ സവിശേഷത കൂടി മനസ്സിലാക്കിക്കൊണ്ട് ആവട്ടെ ഈ തുടർന്നുള്ള ദിവസങ്ങൾ